കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബത്തിലെ മക്കൾ 2 3 4 മക്കൾ കൂടുതലും ഒക്കെ ഉണ്ടാകാം. ഇവിടെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇസാക്ക്, റബേക്ക എന്നീ ദമ്പതികളെ പറ്റി പഠിക്കുമ്പോൾ അവർ ആ കുടുംബത്തിലെ മക്കളെ വേർതിരിച്ച് സ്നേഹിച്ചിരുന്നു. അറിയാമല്ലോ, 2 മക്കൾ. അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇളയവനായ യാക്കോബിനെ, അപ്പൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മൂത്തവനായ ഏസാവിനെ. ആ മൂത്തവനാണ് അന്നത്തെ കാലഘട്ടത്തിൽ മൂത്തവനാണ് സർവ്വ അധികാരങ്ങളും, എല്ലാം കുടുംബത്തിൻ്റെ അധികാരങ്ങൾ, സ്വത്തുക്കളിൽ 3 മടങ്ങ് സ്വത്ത് മറ്റുള്ളവരെക്കാളുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൻ ആ ഒരു കുടുംബം നടത്തുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് പണ്ട് കാലത്ത്. അപ്പോൾ അത് അനുസരിച്ച് നോക്കിയപ്പോൾ ഇസ്ഹാക്ക് മൂത്തവനെയാണ് കൂടുതൽ സ്നേഹിച്ചത്. അമ്മ അങ്ങനെ വരേണ്ടതാണ്, പക്ഷേ ഇളയവനെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അമ്മ ഇളയവനെ, യാക്കോബിനെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെ. ഇങ്ങനെ 3 4 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. കാരണം അത് ആ കുടുംബ ബന്ധത്തെ ബാധിക്കും, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ ബാധിക്കും, മക്കളും തമ്മിൽ അവർ തന്നെ അങ്ങോട്ട് സഹോദരങ്ങൾ തമ്മിൽ വിടവുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ സ്നേഹിക്കാൻ പോയാൽ ഈ മക്കളിൽ വരുന്ന ഈ കുറ്റങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം കാരണക്കാർ ആ മാതാപിതാക്കൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത് വിശദമായിട്ട് ഗ്രഹിക്കുന്നതിന് നിങ്ങൾ ഉൽപ്പത്തി 25-ാം അധ്യായം, 27-ാം അധ്യായം, 28-ാം അധ്യായങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണണം. അതിൽ 1ഉം 2ഉം ഭാഗങ്ങളുണ്ട്. മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യാതെ കണ്ട് അത് ഗ്രഹിക്കണം. ബൈബിളിനെ പറ്റി ശരിയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നവർ, അതായത് എല്ലാം ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്തീയ ജീവിതം ക്രിസ്ത്യാനികളുടേതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ അറിയാമല്ലോ, ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തിൽ എന്ന ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണണം. മറ്റുള്ളവർക്കെല്ലാവർക്കും, അറിയുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കണം. വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത്. അതെല്ലാം അയച്ചു കൊടുക്കുക, അവരെല്ലാവരും ഗ്രഹിക്കട്ടെ. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണിത്. അപ്പോൾ എന്നിട്ട് അത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടെ നിങ്ങൾ പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.